ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു മോക്ക് ടെസ്റ്റ് എടുക്കാൻ കേട്ടോ. വെച്ചാൽ ഒരു മോക്ക് ടെസ്റ്റ് അല്ല, 2-3 മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ 3 മോക്ക് ടെസ്റ്റിലും എനിക്ക് മാർക്ക് കുറവാണ്. ഒന്നിൽ 32-ൽ 21, 28-ൽ 23, 38-ൽ 21 അങ്ങനെയൊക്കെയാണ് കേട്ടോ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ മനസ്സിലായി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇനി ആ ഭാഗം ഒന്നും കൂടി നോക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ എത്രത്തോളം നമ്മൾ പഠിച്ചു, ഇനി ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാറാണ്. അപ്പോൾ എനിക്ക് ചേറ്റുവ കോട്ട, ശ്രീരംഗപട്ടണം ഉടമ്പടി, ബോൾഗാടി പാലസ്, കുഞ്ഞാലി മരക്കാറ്, അതുപോലെ തന്നെ മറാത്ത യുദ്ധം, കർണാട്ടിക് യുദ്ധം, ആ ഭാഗത്തു നിന്നൊക്കെ ഒന്നും കൂടി നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ മാർത്താണ്ഡവർമ്മേൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കേണ്ടി വരും. എന്നാലായിരിക്കും ഒന്നും കൂടി മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ നമ്മളെ മൈൻഡിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിനും ബെറ്റർ ആയിട്ടുള്ള വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് PSC മാത്രമായിട്ട് നോക്കുന്ന ഒരു ആസ്പിറൻ്റ് അല്ല. കാരണം വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിന് പോയി ബാക്കിയുള്ള ടൈം എനിക്ക് കിട്ടുന്ന പോലെ പഠിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. PSC മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഇല്ലാണ്ട് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് PSC പഠിക്കുന്ന ഒരു ഇതേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇതിനു വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ അവരോടും കൂടി ആയിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക ഈ ഒരു മേഖലയിലും. അപ്പം അതും കൂടി നോക്കിയിട്ട് നമ്മൾ പഠിക്കുന്ന ടൈം അത്രയും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കുക, നല്ല മാർക്കുകൾ വാങ്ങുക, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഒരുപാട് 2026 ഒരുപാട് അവസരങ്ങളുണ്ട്. അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലി കിട്ടട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട്